I want to be like God. ഒരു മരിച്ച വീട്ടിൽ എന്നെ കൊണ്ടുവന്നാൽ ഭയങ്കര മോശം. ബിക്കോസ് somehow I'll make you laugh. തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഒരു ആക്ടറും സ്ക്രിപ്റ്റ് അറിയില്ല. ഐ ആം വെരി ഹാപ്പി ലിവിങ് ഇൻ കാഞ്ഞങ്ങാട്, നോട്ട് ഗോയിങ് എനിവെയർ. ആ ഒരു ഡയലോഗ് എഴുതാനുള്ള ഒരു ചേതോവികാരം എന്തായിരുന്നു ശരിക്കും? സേ ഇറ്റ് ഇൻ എ വെരി ഫണ്ണി വേ. അത് അവർ കേൾക്കും. എന്തും നമ്മൾ തമാശ കൂട്ടി പറഞ്ഞാൽ അത് ആൾക്കാർ കുറച്ചും കൂടി സ്വീകരിക്കും. ഇപ്പോൾ സ്ക്രിപ്റ്റ് പലർക്കും അറിയില്ലായിരുന്നു തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുതിയ ആളുകളാണ്. 2 ചോദ്യമാണ്. ഒന്ന്, ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ് എത്രത്തോളം പാടായിരുന്നു ഇവരെ സെലക്ട് ചെയ്ത്? രണ്ടാമത്തെ കാര്യം, നോർമലി എല്ലാ സിനിമാക്കാരും ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയറാണ്. പുതിയ ആൾക്കാരെ എടുക്കുമ്പോൾ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ, പിന്നെ അവരെ വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്തും. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് സിനിമ പഠിപ്പിച്ച് അവർക്കൊരു ഐഡിയ A to Z കിട്ടിയതിന് ശേഷമാണ് അഭിനയത്തിലേക്ക് ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തുടങ്ങത്തുള്ളൂ. അത് കംപ്ലീറ്റ് ഇല്ലാതെ അവരുടെ മാത്രം പോർഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാനും പറ്റും? ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ വലിയൊരു വെല്ലുവിളിയല്ലേ? നമ്മൾ അങ്ങനെ അത്രക്കൊന്നും ചിന്തിച്ചിട്ടില്ല. ലൈക്ക് ഐ സെഡ്, വി കീപ് ഇറ്റ് വെരി സിമ്പിൾ, ദ ഹോൾ ഫിൽം മേക്കിംഗ് പ്രോസസ്. ഓഡിഷൻ ചെയ്തു ഫോർ തിങ്കളാഴ്ച നിശ്ചയം. വി ഹാഡ് എ ഹ്യൂജ് ഓഡിഷൻ. 2 ദിവസത്തെ ഓഡിഷനിൽ വി ഷോർട്ട് ലിസ്റ്റഡ് ബഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ്. പിന്നെ രാജേഷ് മാധവൻ വാസ് പാർട്ട് ഓഫ് ദ ഓഡിഷൻ പ്രോസസ്. സോ പുള്ളിക്ക് ഹീസ് ഫ്രം കാസർഗോഡ്, സോ ഹി നോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ദർ. സോ അങ്ങനെ ആ പുള്ളിയുടെ റെഫറൻസിൽ കുറേ ആൾക്കാർ വന്നു. സോ നമ്മളൊരു 60 ആൾക്കാരെ സെലക്ട് ചെയ്തു. നമ്മൾ അത്ര ആൾക്കാർ ആവശ്യം ഉണ്ടായിരുന്നില്ല. വി ഡിഡ് നോട്ട് ഹാവ് എനി റിഹേഴ്സൽ ഒന്നുമില്ല. 2 ദിവസത്തെ വർക്ക്ഷോപ്പ് ചെയ്തു. അതിൽ ആര് എന്ത് റോളെന്നൊന്നും പറഞ്ഞില്ല. സോ വി ജസ്റ്റ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ടു നോ ഈച്ച് അതർ. നമ്മളെല്ലാവരും ഒരു ഓഡിറ്റോറിയമിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ആര് എന്താണെന്ന് ഒരു തീരുമാനമായി. പിന്നെ വി ഓൺലി റീറ്റെയിൻ ദോസ് പീപ്പിൾ. ദർ വാസ് നോ ഓഡിഷൻ, ദർ വാസ് നോ റിഹേഴ്സൽ, ദർ വാസ് നോ വർക്ക്ഷോപ്പ്, നത്തിങ്. സ്ട്രേറ്റ് ഷൂട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷൂട്ടിങ്ങിൽ പോയി. One of the reasons that I wanted to do that was I didn't want them to be rehearsed. ഞങ്ങൾക്കൊരു അവർ തെറ്റ് ചെയ്യാനും കുഴപ്പമില്ല, ബട്ട് ഐ വാണ്ടഡ് ദാറ്റ് ഇന്നസെൻസ്, സോ അത് നമുക്ക് പടത്തിൽ കാണാൻ പറ്റും. ആൻഡ് ദെൻ വി ഓൾസോ ഇംപ്രൂവ് അല്ല, ദ വേ വി കൺസീവ് ദ ഫിലിം ഓർ വേ വി മെയ്ഡ് ദ ഫിലിം വാസ് എല്ലാവരും ഒന്നിച്ച് വരും, എല്ലാവരും ഒന്നിച്ച് പോകും. പക്ഷെ നമ്മളെല്ലാവരും ഒറ്റ ലൊക്കേഷൻ ആയതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ്. എല്ലാവരും ഈ കല്യാണ ബസ്സില്ലേ, ആ ബസ്സിൽ എല്ലാ ആക്ടർമാരും ടെക്നീഷ്യൻസ് കയറി ലൊക്കേഷനിൽ വരും. രാത്രി ആ ബസ്സിൽ തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമ്മളെ കൂടെയുള്ള അസിസ്റ്റൻസ്, പിന്നെ ലോക്കൽ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് പാടാൻ തുടങ്ങും രാവിലെ. അപ്പോൾ അവർ രാവിലെ സെറ്റിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ബഹളം, ബസ്സിൽ ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ എത്തും. അപ്പോൾ ഒരു നല്ല എനർജിയിൽ എല്ലാ ആൾക്കാർ കയറി വരും. അതേപോലെ വൈകുന്നേരം പോകുമ്പോഴും ഭക്ഷണം ബസ്സിൽ കഴിക്കും. അങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ് പോലെ ഉണ്ടായിരുന്നു. അത് പടത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ഓൾ ദ ക്യാരക്ടേഴ്സ് ഒന്നിച്ച് വരുന്നു. അപ്പോൾ അച്ഛൻ ഇവൻ, മോൻ ഇത്, മോൾ ഇത്. സോ ദേ സ്റ്റാർട്ടഡ് ലിവിങ് ലൈക്ക് ദാറ്റ്. സബ്കോൺഷ്യസ്ലിയും അങ്ങനെ തന്നെ അവർ ആ ഒരു ബന്ധം ബിൽഡ് ചെയ്തു അവർ തമ്മിൽ. അപ്പോൾ അത് നമുക്ക് പടത്തിൽ മൊത്തത്തിൽ കാണാൻ പറ്റും. ലൈക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് അവർ കുറേ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആൾക്കാർ ഒന്നിച്ച് താമസിച്ച ആൾക്കാർ ആ ഒരു കെമിസ്ട്രി ഉണ്ടാക്കി കൊടുത്തു. സെയിം വേ ഇതൊരു വളരെ ചെറിയ പ്രൊഡക്ഷൻ ആയിരുന്നു. നമ്മൾ ഫുഡ് ഇവർ തന്നെ, ആക്ടേഴ്സ് തന്നെ, അന്ന് എല്ലാവരും എല്ലാ ദിവസവും വരും. സോ ചില ആൾക്കാർക്ക് 2 ദിവസത്തെ റോളായിരിക്കും. മൊത്തം 19 ദിവസം, 23 ദിവസമാണ് ഷൂട്ട് ചെയ്തത്. 19 ദിവസം ഷൂട്ടും 4 ദിവസത്തെ കുറച്ച് പോർഷൻ റീഷൂട്ട് ചെയ്തു. അപ്പം ടോട്ടൽ 23 ദിവസം ഉണ്ടായിരുന്നു. ചില ക്യാരക്ടേഴ്സിന് 1-2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ 23 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരും ആ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഒറ്റ ലൊക്കേഷൻ ആയതുകൊണ്ട് ആ ഒരു ഇറ്റ് ഹെൽപ്ഡ് us a lot because it was a big property. അപ്പോൾ ഏതെങ്കിലും ഒരു മൂലൊക്കെ പോയിട്ട് അവരിയ്ക്കും, തമാശ പറയും. സോ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ദാറ്റ് ഹെൽപ്ഡ് us immensely in terms of പെർഫോമൻസ് ആവട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളിൽ. ലൈക്ക് ആൾക്കാർ അവർ റോളില്ലാത്ത ദിവസം ഫുഡ് സെർവ് ചെയ്യാൻ അവിടെ നിൽക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇറ്റ് വാസ് റിയലി വെരി ഡിഫറെൻറ്റ് വേ ഓഫ് ഫിൽം മേക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ. ബട്ട് ഇറ്റ് ഹെൽപ്ഡ് us in eventually in terms of പെർഫോമൻസ് കാര്യങ്ങളിൽ. ഇപ്പോൾ ഈ തിങ്കളാഴ്ച നിശ്ചയം പോലൊരു സിനിമ, അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റ് ഓൾട്ടോ പോലൊരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിനൊരു നല്ലൊരു പ്രൊഡ്യൂസർ വേണം. വൈറ്റ് ഓൾട്ടോ ഹിറ്റിന് ശേഷം വരുന്ന സിനിമയാണ്, അത്രയും പാടുണ്ടാവില്ല. പക്ഷെ തിങ്കളാഴ്ച നിശ്ചയം പോലൊരു താരതമ്യേന കംപ്ലീറ്റ് പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ, വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ, ഇപ്പം പ്രൊഡ്യൂസർ സുഹൃത്താണ് എന്നതിന് ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇതിനെന്താണ് ഈ ഒരു പടം കമ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്തായിരിക്കും ഒരു പക്ഷേ പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്തായിരിക്കും ഒരു പക്ഷേ? one of the thing with this movie was നമ്മൾ ഇനീഷ്യലി ഈ പടം ഇങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ we almost had a budget in mind and it was not a big budget, so the risk factor was not too high.
വലിയ ബഡ്ജറ്റ് പടം ചെലവാക്കിയത് ഇത് എവിടെ നിന്നാണ് തിരിച്ചു കിട്ടുന്നത് അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഒരു സ്മോൾ ഫിലിം പോയെങ്കിൽ ഇത്ര ഒന്നും നടന്നില്ലെങ്കിലും ഓക്കെ ദിസ് ഈസ് ദ എമൗണ്ട് വി ആർ ഗോണ ലൂസ്. സോ ഹി വാസ് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് നമ്പർ. സെക്കൻഡ്, ഐ മീൻ ഐ ഹവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. പുള്ളിയെ നമുക്ക് കുറേ കൊല്ലമായിട്ട് അറിയാം. ആൻഡ് ഹീ ഹാസ് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ മീ. സോ പുള്ളിക്ക് കഥ അറിയില്ല, ആരഭിനയിക്കുന്നതെന്ന് അറിയില്ല, എവിടെ ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല, എത്ര പാട്ടുകളുണ്ടെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇതെല്ലാം അറിഞ്ഞത് ആദ്യമായിട്ട് പടം കാണുമ്പോഴാണ് പുള്ളി. വലിയൊരു സോ ആൻഡ് in my mind I was like okay നമ്മളൊരു ഡീസന്റ് പടം ചെയ്യുന്ന ഒരു we felt like we have at least that ആ ഒരു capability ഉണ്ടെന്നുള്ള ഒരു ധൈര്യം. പ്ലസ് ഇങ്ങനത്തെ പടം ചെയ്യാൻ ഇതുപോലെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ who would want to invest in a movie which is based in കാഞ്ഞങ്ങാട് which no one has heard of up until that point, or കാഞ്ഞങ്ങാടിന് ഒരു സിനിമ വരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. In a slang which is not common in Malayalam, in this industry, with all newcomers or people who have not been in front of the camera. കുറേ തിയേറ്റർ ആർട്ടിസ്റ്റും അവരൊക്കെ വെച്ചിട്ടാണ് ഈ പടം ചെയ്യുന്നത്. സോ ദ റിസ്ക് എലിമെന്റ്സ് വാസ് ദർ. ബട്ട് ഇഫ് ദർ വാസ് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനത്തെ പടത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ദ ബഡ്ജറ്റ് വാസ് നോട്ട് ടു ബിഗ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് വാസ് വർത്ത് ടേക്കിംഗ് ദറ്റ് റിസ്ക്. സോ ഹി വാസ് വെരി സപ്പോർട്ടീവ് ഫ്രം ഡേ വൺ. But in the end, it worked out for him also. ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ I think it worked out for everybody. തീർച്ചയായിട്ടും. ശരിക്കും ഒരു നാട്ടിൽ നിന്നൊരു സിനിമയിലേക്ക് ഒരു സിനിമാക്കാരൻ വരുന്ന കഴിയുമ്പോൾ അദ്ദേഹം സക്സസ്ഫുൾ ആവുന്നിടം വരെ ആളുകളുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ താങ്കൾ ആദ്യത്തെ സിനിമ 7 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അത് ഇതെങ്ങനെ ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നു അദ്ദേഹം, അതിനപ്പുറത്തേക്ക് ഒരു വിശ്വസനീയത കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയത്തിന് ഒരു സക്സസ് വരെ, അത് ചെയ്യുന്നിടം വരെ നാട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട്, ഇപ്പൊ ഫാമിലി ഒഴിച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും, അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പിന്നെ എന്തോ ചെയ്യുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് ആ ഒരു എന്താണ് ഒരു അംഗീകാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നോ? എന്താണ് അവരുടെ ഒരു റെസ്പോൺസ്? ഇൻ ജനറൽ I have luckily I have a very good relationship with നാട്ടുകാരും വീട്ടിൻ്റെ അടുത്ത് ആ പരിസരത്തിൽ. They always, because ഞാൻ പറയുന്നത് I have had a very good life up until this point, very privileged life. ഞാൻ എൻ്റെ അപ്ബ്രിങ്ങിങ് ആവട്ടെ, പഠിച്ചതാവട്ടെ, ഞാൻ ഒരു 20 കൊല്ലം 18 കൊല്ലം വിദേശത്ത് ഉണ്ടായിരുന്നു. സോ എവറിഥിങ് ഹാസ് ബീൻ പെർഫെക്റ്റ് അപ്പ് അണ്ടിൽ ദിസ് പോയിന്റ്, ടച്ച് വുഡ്. സോ അവർക്കറിയാം ഇവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. സോ 041 കഴിഞ്ഞിട്ടാകുമ്പോൾ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഏരിയ ബിക്കെയിം വെരി ഫേമസ്. സോ ദേ വർ ഓൾ വെരി ഹാപ്പി. ആൻഡ് ദെൻ ദ കന്നഡ ഫിലിം ഹാപ്പൻ. പിന്നെ ഞാനൊരു തിങ്കളാഴ്ച ശേഷം പറയുന്ന ഒരു മലയാള ഫിലിം. സോ they have always felt that something good will come out of this. But അങ്ങനത്തെ ഒരു ചർച്ചയോ ഇതൊന്നും ഒരിക്കലും അറ്റ്ലീസ്റ്റ് നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. എന്താ പടം ചെയ്യുന്നുണ്ടോ ഇനി, അല്ല ഇനി എന്തെങ്കിലും ചെയ്യാറുണ്ടോ, അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അവിടെ. They always knew that I was going to make something in I'm going to do some movie or two. അതല്ലാതെ പിന്നെ വഴിയിൽ പോകുമ്പോൾ ആരെങ്കിലും പടം ഉണ്ടോ അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ആരും ചോദിക്കാറില്ല. സോ അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഓക്കെ. രക്ഷ ഷെട്ടിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. കേരളത്തിലെ ഇപ്പൊ ചാർലി ട്രിപ്പിൾ സെവൻ ഒക്കെ വളരെ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ആ ഒരു സൗഹൃദം എങ്ങനെയാണ് ശരിക്കും? എങ്ങനെയാണ് അങ്ങനെ അവരെ താങ്കളുടെ കന്നഡ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് രക്ഷ അതിലേക്ക് എത്തിപ്പെട്ട എങ്ങനെയാണ് ശരിക്കും? We are very good friends. I mean, I've known നമ്മൾ കുറെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഫസ്റ്റ് ടൈം നമ്മൾ കണക്ട് ചെയ്തത് വെൻ ഹി വാസ് റൈറ്റിംഗ് ഉളിതവർ കണ്ണത്തെ. അതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് ചെയ്തുകൊണ്ട് ബിഫോർ ഈവൻ മൂവി വാസ് ഷോട്ട് ഹി വാസ് റൈറ്റിംഗ്. ആൻഡ് ദെൻ അപ്പോഴാണ് നമ്മൾ പരിചയപ്പെട്ടത്. ലൈക്ക് ഐ സെഡ് വി ഹാവ് ലോട്ട് ഓഫ് കോമൺ ഫ്രണ്ട്സ്. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. സോ ദെൻ ഹി വുഡ് സെൻഡ് മീ ഹിസ് ഡ്രാഫ്റ്റ് ആൻഡ് ദെൻ ഐ വുഡ് ഗിവ് ഹിം എൻ്റെ ഒപ്പീനിയൻ എന്താണ് ഈ സ്ക്രീൻ പുള്ളി എഴുതുന്നത്. അങ്ങനെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. പുള്ളിയുടെ ആ സ്ക്രീൻ പ്ലേ പ്രോസസ്സിൽ ഞാനൊരു പാട്ടായിരുന്നു ഇൻ ജനറൽ. സോ ജസ്റ്റ് ബേസിക്കലി ആസ് എ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് ഉളിതവർ കണ്ണത്ത് റിലീസായി. ആ സമയത്ത് വരെ ഞാൻ വിദേശത്തിലായിരുന്നു. ദെൻ ഐ കെയിം ബാക്ക് ആൻഡ് ദെൻ 041 കഴിഞ്ഞിട്ട് ഒരു പടം ചെയ്യണമെന്ന് പറയുമ്പോൾ രക്ഷ പറഞ്ഞു ലെറ്റ്സ് ഡു ഇറ്റ് ഇൻ കന്നഡ എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഹൗ കഥ ശുരുവാക്കി ദാറ്റ് ഹാപ്പൻ. സോ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. വി മെസ്സേജ് ഈച്ച് അതർ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ഹീസ് സംബഡി ഐ അഡ്മയർ. പുള്ളി ഹീസ് വെരി പാഷനേറ്റ് അബൌട്ട് ഹിസ് ക്രാഫ്റ്റ്. വെരി വെരി നോളജബിൾ ഇൻ ടേംസ് ഓഫ് വാട്ട് ഹി വാണ്ട്സ് ടു ഡു. So he's somebody who's helping the industry change, making good films, the kind of films that he believes in. So I have immense respect for him, and moreover we are good friends. നമ്മൾ സിനിമ അല്ലാതെ വേറെ കാര്യങ്ങൾ സംസാരിക്കും. So we have a very good relationship. So അനുരാഗ് കശ്യപ് ആദ്യത്തെ സിനിമ കണ്ട് പറഞ്ഞൊരു കമന്റും
കേട്ടിട്ടുണ്ട്. അനുരാഗ് കശ്യപ എങ്ങനെ അത് ഒക്കെ ഇപ്പം കന്നഡ ചെയ്തു, മലയാളം ചെയ്തു, ഒരു അടുത്തൊരു ബോളിവുഡിലേക്കൊക്കെ ഉള്ളൊരു എൻട്രി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓഫർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ? ബോളിവുഡ് ഓഫർ ഉണ്ടോന്ന് ചോദിച്ചാൽ there have been production house after തിങ്കളാഴ്ച നിശ്ചയം, there have been production houses who called me and talked to me and shown interest ഒക്കെ. I'm very lazy as a person. എനിക്ക് ആ ഒരു വീടും ചുറ്റുപാടും കംഫർട്ട് വിട്ടിട്ട് കുറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു കൊല്ലം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഒരു 18 കൊല്ലം ഞാൻ വിദേശത്ത് ജീവിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. സോ ഐ എം വെരി ഹാപ്പി ലിവിങ് ഇൻ കാഞ്ഞങ്ങാട്, നോട്ട് ഗോയിങ് എനിവേ. ഇപ്പൊ കൊച്ചി വരാൻ തന്നെ ഈ പ്രൊഡ്യൂസർ കുറെ കഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ വിളിച്ചോണ്ട് വന്നതാ. ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത് ഒരു പ്രീ പ്രൊഡക്ഷൻ മീറ്റിംഗിലേക്ക് ചിലപ്പോൾ വരും, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഗ്രേഡിങ്ങിനും മിക്സിങ്ങിനും വരും, പിന്നെ സെൻസർ ചെയ്യണമെങ്കിൽ ട്രിവാൻഡ്രം പോകും. ഈ 4 ദിവസങ്ങളല്ലാതെ ഞാൻ ഇങ്ങോട്ട് വരെ വരാറില്ല. But I'm open to it. Like I said, if any interesting subject comes, if I feel like I want to do a particular films, ഞാൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. It's like I only had one dream in life, ഒരു പടം ചെയ്യണം ലൈഫിൽ. ഇപ്പോൾ 4 പടം ചെയ്തു. സോ എവറിഥിങ് ഈസ് എ ബോണസ്. സോ അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. സോ ഇഫ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ബട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പെർസ്യൂ ചെയ്തിട്ട് അതൊന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇതില്ല എനിക്ക്. എന്താ പറയുന്നത്, ആ ഒരു ഗോളില്ല. ചെയ്യാൻ സംഭവിച്ചാൽ എല്ലാം കൂടി വന്നിട്ട് ഒരു ഹിന്ദി പടം ചെയ്യാൻ പറ്റിയെങ്കിൽ ഓബ്വിയസ്ലി ഐ വിൽ ഡു ഹിന്ദി പടം. ബട്ട് ഐ എം വെരി ഹാപ്പി ജസ്റ്റ് മേക്കിംഗ് മൂവീസ് ഇൻ മലയാളം. സോ അതിന് മുൻപ് പറയണ്ടായി ഒരുപാട് നാൾ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊക്കെ പാടാണ്, മടിയാണ്. അപ്പോൾ ഒരു സെന്ന ഹെഗ്ഡെ മോഹൻലാൽ, സെന്ന ഹെഗ്ഡെ മമ്മൂട്ടി ഒരു പടം പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? അയ്യോ, these are legends. ഞാൻ പറഞ്ഞ പോലെ we grew up watching മാമുക്ക and ലാലേട്ടൻ movies, and I'll be an idiot if I say അവരെ കൂടെ പടം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ I'll be the biggest idiot in the world. But like I said, if the right opportunity comes, obviously it'll be a dream come true. But if it doesn't happen, I'm still happy being their fans. ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, എന്താ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളായിരുന്നു, ഞാൻ കരുതി മനുഷ്യന്മാരായിരിക്കും എന്ന് ഒരു അമ്മ പോലീസുകാരെ കാണുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അത് ആ ഒരു ഡയലോഗ് എഴുതാനുള്ള ഒരു ചേതോവികാരം എന്തായിരുന്നു ശരിക്കും? ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ പുറത്ത് കുറച്ച് അവിടെ കുറെ നമ്മൾ 041 അഭിനയിച്ച കുറച്ച് പിള്ളേർക്ക് അവർ നമ്മൾ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ വിൽ സിറ്റ് ദർ, അല്ലെങ്കിൽ അവർ ഞങ്ങളെ വീട്ടിൽ നിന്ന് അടുത്ത് വരും, വിൽ ഗ്രാബ് എ ഡ്രിങ്ക്, വിൽ ജസ്റ്റ് ടോക്ക് നോൺസെൻസ്, ആ ലോക്കൽ കാര്യങ്ങളും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ ഒരു സൈഡ് ഓഫ് ലൈഫ് ഐ എക്സ്പീരിയൻസ് സിറ്റിംഗ് വിത്ത് ദം, വിൽ ഹാവ് 1 or 2 beers, ഇങ്ങനെ ഒരു എന്തെങ്കിലും ലോക്കൽ റൂമേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ആരും ഓർത്തൻ ഇങ്ങനത്തെ ഈ ഡയലോഗ് ഇങ്ങനെയല്ല. പോലീസ് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വിചാരിച്ചു വേറെ ആളെന്നോ എന്ന് വിചാരിച്ചു, അങ്ങനെ എന്തോ ഒരു ടോക്ക് വന്നു. അത് വെച്ചിട്ട് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. സോ ഇറ്റ്സ് നത്തിങ് അഗെയിൻസ്റ്റ് എനി ഓഫ് ദോസ് ക്യാരക്ടേഴ്സ്. അപ്പോൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് ജസ്റ്റ് ഐ ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് ഹ്യൂമർ, ഡാർക്ക് ഹ്യൂമർ, ഒരു ചെറുതായിട്ടുള്ള ഐ ഫൈൻഡ് ഹ്യൂമർ ഇൻ എവറിഥിങ്. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ നേരത്തെ പറയായിരുന്നു, I'll be the worst person for you to take me to a funeral house. ഒരു മരിച്ച വീട്ടിൽ എന്നെ കൊണ്ടുവന്നാൽ ഭയങ്കര മോശം, ബിക്കോസ് somehow I'll make you laugh. Which is not right. അത് ശരിയല്ല. പക്ഷെ I find humor in everything. I like to find humor in everything. I think all of us are so serious about life. I think we all should become very silly as people. Then I think there will be less difficulties in life. നമ്മൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര സീരിയസ് എന്ന് നോക്കുന്ന ആൾക്കാർ, അതിൻ്റെ ഒരു ആവശ്യമില്ല. ലെറ്റ് ഓൾ ബി സില്ലി, അങ്ങനെ നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ സോ ആ ഹ്യൂമറാണ് ഞാൻ പടത്തിൽ സാധാരണ കൊണ്ടുവരുന്നത്. ഇത് ഐ എം റിപ്പീറ്റിംഗ് ദിസ്, ഐ ഹാഡ് സെഡ് ദിസ് ഇൻ അനദർ ഇന്റർവ്യൂ ഓൾസോ. സോ my dad is no more. He has given me very few advices in life, but 2 advices I'll always remember. ഒന്ന് പുള്ളി പറഞ്ഞത്, don't build castles in the air. ആകാശത്തിൽ കാസിൽ എന്ന് പറഞ്ഞാൽ കോട്ട അല്ലേ, അത് കെട്ടാൻ പാടില്ല എന്ന് ഒന്നത്. രണ്ടാമത്തെ said, if you want to tell people something, if you want to ask somebody to do something, say it in a very funny way. അത് അവർ കേൾക്കും. എന്തും നമ്മൾ തമാശ കൂട്ടി പറഞ്ഞാൽ അത് ആൾക്കാർ കുറച്ചും കൂടി സ്വീകരിക്കും. സോ ദാറ്റ്സ് വാട്ട് ഐ ട്രൈ ടു ഡു ഇൻ മോസ്റ്റ് ഓഫ് മൈ മൂവീസ്. സീരിയസ് സബ്ജക്റ്റ് ഒരു തമാശയാക്കി പറയുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചിരിക്കാം. ചിലപ്പോൾ അത് ചിരിച്ച ശേഷം അവർ അതിനെ പറ്റി ചിന്തിച്ചാൽ അത് നല്ലതാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഐ ഡോണ്ട് ലൈക്ക് ടു പ്രീച്ച്, ഐ ഡോണ്ട് ലൈക്ക് ടു ടെൽ പീപ്പിൾ യു ഷുഡ് ഡു തിങ്സ് ദിസ് വേ ഓർ ദാറ്റ് വേ. പീപ്പിൾ ഷുഡ് ഡു ദെയർ ഓൺ വേ. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഐ ജസ്റ്റ് സേ ഇറ്റ് ഇൻ എ വെരി ഫണ്ണി വേ ആൻഡ്
ഹ്യൂമറസ് വേ. ആൻഡ് സംടൈംസ് ഒരു 2 സെക്കൻഡ് എടുക്കും ആ ജോക്ക് കത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഇത് പറഞ്ഞപ്പോഴാണ് ഇതിന് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് നാദിർഷിക്ക ഒരു പ്രോഗ്രാമിൽ പറയുന്നത് സൈനുദ്ദീൻ മരിച്ചുപോയ അദ്ദേഹത്തിനെ ഒരു മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ്, അത് വളരെ ഒരു കോമഡി ആയിരുന്നു, പക്ഷെ തല്ല് കിട്ടാതെ രക്ഷപ്പെട്ട ഒരു കഥ പറയുന്നത്. അപ്പൊ ഇത് കണക്ട് ചെയ്തപ്പോഴാണ് ഓർത്തത്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ താങ്കൾ ഒരു കോമഡി പറഞ്ഞിട്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് താങ്കൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം കത്തുന്നില്ല, അത് നേരെ തിരിച്ച് ഉൾട്ടാ പണി കിട്ടിയ ഒരു സന്ദർഭം പറയാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? ലൈക്ക് ആ കത്തുന്നില്ല എന്ന ഇൻസിഡന്റ് അല്ല, ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ ഐ നോ ദിസ് പേഴ്സൺ, ഞാൻ ആരെന്ന് പറയുന്നില്ല, എന്നാൽ ഇത് അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. സോ ഷീസ് എ ഡിസ്റ്റന്റ് റിലേറ്റീവ്. സോ അവളും അവരുടെ മദർ ഇൻ ലോ, ഓക്കെ, മദർ ഇൻ ലോ they never got along. അവർ എപ്പോഴും പ്രശ്നത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ദിവസം പെട്ടെന്ന് അമ്മായിയമ്മ മരിച്ചു. അപ്പം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. സോ ഞാൻ അവരുടെ വീട്ടിൽ പോയി. മരിച്ച അപ്പോൾ ദിസ് പേഴ്സൺ ദാറ്റ് ഐ നോ ഭയങ്കര കരച്ചല. അത് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം വരെ ഞാൻ ഉറപ്പുണ്ട് ഇവരെപ്പോ ചാവെന്ന് പറയുന്ന ആളായിരിക്കും. അവിടെ മരിച്ചവർക്ക് ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞാൻ അവരെ നോക്കി ഞാൻ പൊട്ടിച്ചിരിച്ചു, അവരും ചിരിച്ചു. ആരും കണ്ടോന്നറിയില്ല, കുറച്ച് ആൾക്കാരെ അവിടെ ഉണ്ടായി. ഞാൻ അപ്പൊ അവിടെ നിന്ന് മുങ്ങി. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റും. ലൈക്ക് പ്രീവിയസ് നൈറ്റ് ഷി വാസ് ലൈക്ക് cursing her and saying, oh God, like I'm sure പറഞ്ഞിട്ടൊന്നും അറിയില്ല, പക്ഷെ എന്താ മനസ്സിൽ ഇവരൊന്ന് ചത്താ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അത് കൊള്ളാം. കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്. സോ it's not a great thing to do. I'm not very proud of it, but like I said, I'm quite, ആ സില്ലിനെസ് ചിലപ്പോൾ വേണം ലൈഫിൽ. ശരിക്കും ഒരു കോമഡിക്ക് അത് പറയേണ്ട സ്ഥലവും സമയവും ഉണ്ട്. പിന്നെ കോമഡി ആവില്ല. ലൈക്ക് ഇൻ ഇംഗ്ലീഷ് they always say too soon എന്ന് പറയും. എന്തെങ്കിലും ഒരു ജോക്ക് ക്രാക്ക് ചെയ്തപ്പോൾ നേരത്തെ ആയിപ്പോയി, അല്ലെ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് ആ ജോക്ക് പറയണമായിരുന്നു, ആ ഒരു ചൊല്ലുണ്ട്. സോ അതുപോലെയാണ് ഞാൻ ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് ഇസ്. ഐ തിങ്ക് യു ഷുഡ് ഫൈൻഡ് ഹ്യൂമർ ഇൻ എവറിഥിങ്. Of course, you have to, think about, hurting other people's feelings also. But, but I think we should all take, life, not so seriously. ഇപ്പൊ 18 വർഷം വിദേശത്ത് ആയിരുന്നു പറഞ്ഞു, പക്ഷെ എന്നാൽ നാട് വിട്ടു പോകാൻ ഇപ്പൊ താല്പര്യമില്ല എന്ന് പറയുന്നു. നാട്ടിൽ കൂട്ടുകാരുടെയൊക്കെ കൂടെ നിന്ന് സംസാരമൊക്കെ. അപ്പം ശരിക്കും ഇത്രയൊക്കെ വിദേശത്ത് ജോലി ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും സിനിമയിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും ബേസിക്കലി സെന്ന ഒരു നാട്ടിൻ പുറത്തുകാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. മൈ തിങ്കിങ് ആൻഡ് മൈ ടേസ്റ്റ് ഇൻ ലൈഫ് ഒക്കെ ഐ തിങ്ക് ഇറ്റ്സ് മോർ വെസ്റ്റേൺ. ഞാൻ കേൾക്കുന്ന പാട്ടുകളാവട്ടെ, കാണുന്ന പടങ്ങളാവട്ടെ, the things that I enjoy in life. But I'm very happy living in a small town like Kanyangat, very rural, very small community. ആ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എവറിത്തിങ് ഫീൽസ് ഫ്രഷ്. ലിവിങ് in the middle of ഫോറസ്റ്റ് എന്ന് പറയുന്നില്ല, ബട്ട് ഇൻ നേച്ചർ. ആ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് മൈ ടേസ്റ്റ് ഇൻ ലൈഫ് നോട്ട് നെസസറിലി ഇൻ സിങ്ക് വിത്ത് അവിടുത്തെ ആൾക്കാരായിട്ട് സിങ്ക് ആയിരിക്കില്ല ചിലപ്പോൾ. ബട്ട് ഐ എൻജോയ് ദാറ്റ് ഡിഫറൻസ്. ബട്ട് വെരി വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ടു ബി ബാക്ക് ഹോം ഇൻ കാഞ്ഞങ്ങാട്. തീർച്ചയായിട്ടും. ഈ സിനിമയുടെ ഇടവേളകളിലൊക്കെ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഒന്നും ചെയ്യല്ല. ഐ ആം ദ ലേസിയസ്റ്റ് പേഴ്സൺ. ലൈക്ക് അതാണ് ഞാൻ ചില ഫ്രണ്ട്സ് ദേ ഗെറ്റ് വെരി ജലസ് അബൌട്ട് ഇറ്റ്. ലൈക്ക് ഐ ക്യാൻ സിറ്റ് ഇൻ എ റൂം, ലുക്ക് അറ്റ് ദ സീലിംഗ് ഫോർ 1 hour ആൻഡ് നോട്ട് ഡു എനിത്തിങ് ആൻഡ് ഐ ഡോണ്ട് ഗെറ്റ് ബോർഡ്. സോ ഒന്നും ചെയ്യാറില്ല. വെരി ലേസി. ലൈക്ക് ഗെറ്റ് അപ്പ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഐ ഹാവ് എ ഡോഗ്, വിൽ പ്ലേ അറൗണ്ട് വിത്ത് ഹിം. പിന്നെ നമ്മളൊന്ന് ഐ ലൈക്ക് ഡൂയിങ് ലിറ്റിൽ ഷോപ്പിംഗ് ഒക്കെ. മാർക്കറ്റിൽ പോയിട്ട് മീൻ കൊണ്ടുവരിക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. സോ അവിടെ പോയി അവരുടെ അടുത്ത് സംസാരിക്കുക കുറച്ച് സമയം. എന്തെങ്കിലും യു വിൽ ലേൺ സംതിങ് ഫ്രോം ദം, ഓർ യു വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഫ്രോം ദീസ് പീപ്പിൾ. അങ്ങനെ കാര്യങ്ങൾ. ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, വീട്ടിൽ വരാം. ചില സമയത്ത് ഉച്ചയ്ക്ക് ബോറടിച്ചാൽ ഒരു 2 ബിയർ അടിക്കുക, ഫുഡ്, ആൻഡ് ദെൻ വാച്ച് എ മൂവി, പ്ലേ സം ഈവനിങ് വിൽ പ്ലേ ബാഡ്മിൻ്റൺ ഓർ ക്രിക്കറ്റ് ഓർ സംതിങ് ലോക്കലി അവിടെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. വേറെ ഒന്നും ചെയ്യാൻ ലൈക്ക് ദർ ഇസ് നോ പ്ലാൻ. അതാണ് ഞങ്ങൾക്ക്. ദർ ഇസ് നോ സ്ട്രക്ചർ ഇൻ മൈ ലൈഫ്. എന്ത് വേണം ചെയ്യാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ഓൺലി ഇൻ ദ ലാസ്റ്റ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന ശേഷമാണ് ഐ റിയലി വർക്ക് ഹാർഡ്. ഇൻ ദാറ്റ് 18 years I was outside, I was dedicated to my work.
സോ ഞാൻ അതിനുള്ള ടൈമും ശ്രമം ഇട്ടിട്ടുണ്ട് ടു ഗെറ്റ് ടു എ പോയിന്റ് വേർ നൗ ഐ എം വെരി ഈസി, ഒരു വെരി ചിൽ ലൈഫ്. സോ അതിനുള്ള ശ്രമം ഇട്ടിട്ടുണ്ട്. ബട്ട് നൗ ഐ എം ലിവിങ് ദാറ്റ് ലൈഫ്. സോ ഇൻ എ വേ ലക്കി and I'm getting to do films once in a while. സിന്ദഗി നാ മിലേഗി ദുബാര എന്ന് പറയുന്ന സിനിമയിൽ ഹൃതിക് റോഷൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 40 വയസ്സ് വരെ അധ്വാനിക്കുക, അതിനുശേഷം ലൈഫ് എൻജോയ് ചെയ്യുക, സമ്പാദ്യം വെച്ചെന്ന് പറയുന്നുണ്ട്. ആ ഒരു പോളിസിയാണോ പിന്തുടർന്ന് ശരിക്കും? ലൈക്ക് അത് ആലോചിച്ചിട്ട് ചെയ്തതല്ല, ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട് നൗ. ഇപ്പൊ അങ്ങനെയാണ് ആ ഡയലോഗ് പെർഫെക്റ്റ്ലി റൈറ്റ്. ഞാൻ സിറ്റുവേഷനിൽ ഞാൻ ഒരു mid-30s വരെ ഞാൻ കുറെ അധ്വാനിച്ചു. ആൻഡ് ഐ ആം നൗ just enjoying the last few good years. ഓക്കെ, എനിക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോ സെന്നയുടെ ഫേസ് ഇപ്പോ നോൺ ഫേസ് ആയി വരുന്നതേ ഉള്ളൂ. ആ തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ സമയത്തൊന്നും അധികം ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷെ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. സിനിമ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാൻ ചെയ്യാം. അപ്പം സെന്നയാണ് അതിന്റെ ഡയറക്ടർ എന്ന് അറിയാതെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ആ പടത്തിനെ പറ്റി ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണുക. താങ്കളുടെ അടുത്ത് ആ പടത്തിനെ പറ്റി തന്നെ പറഞ്ഞു, നിങ്ങൾ പടമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ലൈഫിൽ നടന്നിട്ടുണ്ട്. അത് പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറയാം. സോ ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഇപ്പോൾ കാഞ്ഞങ്ങാടിൽ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം അറിയാം, എസ്പെഷ്യലി നാഷണൽ അവാർഡൊക്കെ കഴിഞ്ഞ ശേഷം. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയാൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. ഐ എം വെരി അൺകംഫർട്ടബിൾ. ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് സോ വേറൊരു അഗൈൻ ബിക്കോസ് 1-2 ഇന്റർവ്യൂ കൊടുത്തോണ്ട്. സോ ഐ വാസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് എർലിയർ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയായിരുന്നു, എങ്ങനെയാണ് ഇപ്പോൾ യുവർ ലൈഫ് ഹസ് ചേഞ്ച്ഡ്, ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് പരിചയപ്പെടുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തു. ഐ വോണ്ട് ടു ബി ലൈക്ക് ഗോഡ്, ദൈവത്തിൻ്റെ പോലെ. ലൈക്ക് ഐ ലവ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് മീ, പീപ്പിൾ അപ്രീഷിയേറ്റിംഗ് മീ. ആരെങ്കിലും നല്ല ആർട്ടിക്കിൾ എഴുതിയാൽ സെന്ന ഹെഗ്ഡെ പടം ഇങ്ങനെയാണ്, സെന്ന ഹെഗ്ഡെ ഇങ്ങനെയാണ് പറയുമ്പോൾ അതൊക്കെ വായിക്കാനൊക്കെ ഭയങ്കര രസം. ഐ എൻജോയ് ഓൾ ദാറ്റ്. ബട്ട് ഐ ഹോപ്പ് I wish they could not see me. So that's the way I do the comparison. So who doesn't like to be talked about and say nice things? Pulli anganeyanu, pulli ingane. I enjoy all of this. There are many days where I have googled myself. ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പടമൊക്കെ ഇറങ്ങിയപ്പോൾ സെന്ന ഹെഗ്ഡെ 1-2 പ്രാവശ്യം ഗൂഗിൾ അടിച്ചിട്ട് നമുക്ക് കുറേ ആർട്ടിക്കിളൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് വെൻ യു റീഡ് യു ഫീൽ ഹാപ്പി ആൻഡ് യു ഫീൽ എലേറ്റഡ് ആൻഡ് ഓൾ ദോസ് എല്ലാം ഉണ്ട്. പക്ഷേ ആൾക്കാർ ഇങ്ങനെ ഒരു കൂട്ടത്തിലൊക്കെ ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തെല്ലാം സംസാരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ട്. ഇറ്റ്സ് ബീൻ ദെയർ ഫ്രം ചൈൽഡ്ഹുഡ്. അപ്പോൾ ആ ഒരു സോഷ്യൽ ഓക്വേർഡ്നെസ് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ കാഞ്ഞങ്ങാടിലൊക്കെ ഇപ്പോൾ ആൾക്കാർ പരിചയപ്പെടാൻ ലൈക്ക് എവരിബഡി നോസ് മൈ നെയിം, ബട്ട് മുഖം പരിചയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും ഇപ്പോൾ ആൾക്കാർക്ക് അറിയാൻ തുടങ്ങി. സോ ഐ എം ഫീലിംഗ് വെരി അൺകംഫർട്ടബിൾ ഇൻ ലോട്ട് ഓഫ് പ്ലേസസ്. 1-2 ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. അതായത് ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞ് അവർ റിജക്ട് ചെയ്യുന്നു. തിങ്കളാഴ്ചത്തിന് ശേഷം പിന്നീട് ആ റിജക്ട് ചെയ്യപ്പെട്ട അടുത്ത് നിന്നൊക്കെ പിന്നെ വീണ്ടും കോളുകൾ വരുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസിഡന്റ്? ഞാൻ ആരുടെ കഥ പറഞ്ഞിട്ടില്ല, ആരും പറയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കഥയൊന്ന് ശുരുവാക്കിയത്? ഞാൻ എഴുതിയപ്പാട് ഞാൻ രക്ഷിത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഐ വാണ്ടഡ് ടു കാസ്റ്റ് ദിഗന്ത്. സോ ദിഗന്തിന്റെ അടുത്ത് കഥ പറഞ്ഞു, ഇമീഡിയറ്റ്ലി കേം ഓൺ ബോർഡ്. ഓക്കെ, തിങ്കളാഴ്ച നിശ്ചയം ഒബ്വിയസ്ലി നമ്മൾ ലോക്കലായിട്ട് പടം ചെയ്തു. സോ ഓൾ ന്യൂ കമേഴ്സ്. 0 to 41 ആണെങ്കിൽ ഇപ്പം ഏതൊരു ഫിലിം മേക്കറുടെ ഉള്ളിലും ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഒരു വലിയ സിനിമ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം, നടക്കുമോ നടക്കില്ല എന്നുള്ള പിന്നത്തെ കാര്യം, പക്ഷെ ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട്, എനിക്ക് വലിയ സിനിമയിൽ കൂടെ എൻട്രി ഇപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് മൂവീസ് ദാറ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു പടം ഇപ്പോൾ കണ്ടിട്ടാകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പടം ചെയ്യണം, ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്ന ചിന്ത ഇതുവരെ വന്നിട്ടില്ല. ചില സമയം ശ്രീരാജ് പറയും നമുക്കൊരു വലിയ പടം ചെയ്താലോ, ബിക്കോസ് ഹീസ് യങ് ആൻഡ് ഹീസ് സോളിഡ് ടെക്നീഷ്യൻ. സോ പുള്ളിക്കും ഒരു വലിയ പടങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. ആൻഡ് ഐ എം ഷുവർ he'll do a lot more movies especially after White Alto. He's immensely talented. അതിപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ഞാൻ ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയായിരുന്നു. ബിക്കോസ് one of the reason we have had all the success is also because of the hard work people like Sriraj, especially Sriraj and other guys, my associates. We have a solid team who are very dedicated, who work very hard, who will do anything to make the film a decent one. So പക്ഷെ എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നുമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് മൂവീസ് ദാറ്റ് ഐ എൻജോയ് ആൻഡ് ഐ ആം കേപ്പബിൾ ഓഫ് സോ ആ രീതിയിലാണ് നമ്മൾ പടം എഴുതുന്നതും ചെയ്തുകൊണ്ട് പോകുന്നതും. വൈറ്റ് ആൾട്ടോ നമ്മൾ എഴുതിയപ്പോൾ ഐ ന്യൂ ദാറ്റ് ഷറഫുദ്ദീൻ ഈസ് സംബഡി ദാറ്റ് ഐ വാണ്ടഡ് ടു കാസ്റ്റ്. സോ ഷറഫിനെ അപ്രോച്ച് ചെയ്തു
and he was more than happy to do the role. So അങ്ങനെയാണ് നമ്മൾ and Kabini Films producers, I've known them for a while. അവരും ഇപ്പോൾ അതിലത്തെ മെയിൻ ആയിട്ട് വിനോദ് ദിവാകർ, he's been a friend. പുള്ളിയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു തിങ്കളാഴ്ച നിശ്ചയത്തിനും. ഈവൻ ഹി വാസ് വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഫോർ കഥ ഓൺ ദ ഷോ ആಗಿದೆ. So good solid production house വന്നു. So everything worked out the way it is. Padmini, it came to me and Chakochan was willing to immediately do it. So ഞാൻ ഇതുവരെ ആരടുത്തും പോയിട്ട് കഥ നറേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിട്ടില്ല ഇതുവരെ. I'm sure in the future it may happen, but താങ്കളൊരു വല്ലാത്ത മനുഷ്യനാണ്. ഒരു മലയാള സിനിമ 18 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് അത്ഭുതമുണ്ട്. കാരണം ഇപ്പോഴത്തെ മലയാള സിനിമകളൊക്കെ 40, 60, 100 ഡേയ്സ് ഒക്കെ പോകുന്ന സിനിമകളാണ്. ഒരു വലിയ സിനിമയോ ചെറിയ സിനിമയോ എന്തോ ആയിക്കോട്ടെ 40 ഡേയ്സിലാണ് മിക്ക സിനിമകളും ചാർട്ട് ചെയ്യുന്നത്. ഈ 18 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു 2 മണിക്കൂറുള്ള ഒരു സിനിമ തീർക്കുന്നതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ? അതെ, നമ്മൾ പടം 1 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. വി പ്ലാൻഡ് ഇറ്റ് വെൽ, സ്കെഡ്യൂൾ ചെയ്യുന്ന രീതി, ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന രീതി, ആൻഡ് ഞങ്ങളുടെ ഷൂട്ടിംഗ് മോഡും അങ്ങനെ തന്നെ. ഐ ഡോണ്ട് ഷൂട്ട് അലോട്ട്. നമ്മൾ ഈ പടത്തിൻ്റെ ഫസ്റ്റ് കട്ട് 1:52, 53 ഇപ്പോഴത്തെ കട്ട് 1:49. അതിൽ മറ്റേ താങ്ക് യു കാർഡ് അതൊക്കെ ചെയ്തു. സോ നമ്മൾ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു 5-6 മിനിറ്റ് ഫുട്ടേജ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാതെ, ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഗിവ് ആക്ടേഴ്സ് ഇനഫ് ടേക്സ്. ദർ ആർ സീൻസ് വിച്ച് 30 takes, 40 takes, 50 takes ഒക്കെ ഉള്ള സാധനങ്ങളുണ്ട്. ആക്ടേഴ്സ് ഗെറ്റ് ദ മോസ്റ്റ് ഫ്രീഡം. The only people that I'm really bad or nasty are the technicians. I lose my cool with them, but actors I'm very patient. But then technicians, it's okay to lose their cool because they are like my brothers and whatever. Like we continue making more and more movies, so they understand that. But we plan very well. Our execution, നമ്മൾ long pre-production ചെയ്യുന്നില്ലെങ്കിലും ചില കാര്യത്തിൽ നമ്മൾ we try and execute it or plan it in a good way so that we can implement it quickly. So and ഞാൻ പറഞ്ഞ പോലെ തന്നെ our stories and our structure is usually quite simpler to shoot. നമ്മൾ കഥ എഴുതുമ്പോൾ തന്നെ ഈ കോംപ്ലക്സ് ഞാനും ശ്രീരാജും ഒന്നിച്ച് എഴുതുന്നത് കൊണ്ട് we already envision how we are going to shoot this film. So ആ രീതിയിൽ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൈറ്റ് ഓൾട്ടോ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ഭാവങ്ങളും പ്രേക്ഷകരോട് എന്താണ് ശരിക്കും പറയാനുള്ളത്? Look, first of all, I'm very thankful the way they have accepted Tingalazhi Nishcham, the amount of appreciation and love they have showered upon us. നമ്മൾ അത് ഡിസേർവ് ചെയ്യുന്നു ആണോ അല്ലോ എന്നറിയില്ല, but I'll accept each one of them. Second, I'm hoping Tingalazhi Nishcham പോലെ തന്നെ White Alto കൂടി അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു. But at the end of the day, they have every right. They are the one who spend their valuable time and money and come and watch the movie. And if they are not happy and satisfied with it, they have every right to, be upset about it. And I'll accept that with absolutely no hard feelings. So, നമ്മൾ വിചാരിക്കുന്ന പടം, we are hoping that people will enjoy it. But they'll decide in a few weeks whether they like it or not. So I'm ready to accept either way. And if they don't enjoy the film, I'm sorry that I wasted 2 hours of your life. Okay, all the very best. Thank you, and thank you for this opportunity to speak to you guys. So thank you.